എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുമോ? അതായത് പീറ്റർ ഹെയിൻ സാറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ സ്റ്റണ്ട് സീനിലുണ്ട്, സ്റ്റണ്ട് ചെയ്തിട്ടില്ല. ഒരുപാട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഉണ്ണികൃഷ്ണൻ ഞാൻ കണ്ടതിൽ വ്യത്യസ്തമായ ഒരു ഫേസ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയ ഒരു കഥാപാത്രമാണ് ഉണ്ണികൃഷ്ണൻ്റെ ലൈഫിൽ ഏറ്റവും കുട്ടികളെന്നുള്ള കുട്ടായി പോലെ ഉണ്ണികൃഷ്ണനെ ഇരിച്ചതിൽ ചന്തുവിനെയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്. സ്കൂൾ കുട്ടികളുടെ കുട്ടികളുടെ ഒത്തിരി കൂട്ടായ്മേനെ അറിയാൻ പറ്റില്ല. ഉള്ളത് ഫൈറ്റ് നന്നായിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഒരു കുടുംബത്തിൻ്റെ കഥ പറയുന്നുണ്ട്, ഒരു സൗഹൃദങ്ങളുടെ കഥ പറയുന്നുണ്ട്. പിന്നെ ചേച്ചി മറ്റൊരു കാര്യം, ഇപ്പൊ വരുന്ന മലയാള സിനിമയിൽ ഒട്ടുമിക്ക സിനിമയിലും ചേച്ചിയുടെ ഒരു ക്യാരക്ടർ ചേച്ചി ഉണ്ട്. എന്നാലും ഒരു ഇപ്പൊ വരുന്ന ഈ ഒരു ചേച്ചിന്റെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു സെയിം ക്യാരക്ടർ വരുന്ന എല്ലാം ചേച്ചിയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള സിനിമയിലൊക്കെ. ആ ഒരു ലക്കാണോ അതോ ചേച്ചി എങ്ങനെയാണോ എന്ന് പറയാം? കാരണം ഞങ്ങളുടെ നാട്ടിൻപുറത്ത് തന്നെ ഒരു കുടുംബം അങ്ങനെ പോയടുത്തൊന്നും ഇവിടെ വരെയൊക്കെ എത്താൻ പറ്റുന്നത് ഞാൻ കണ്ണടച്ച് തുറക്കുന്നതിനൊപ്പം ഞാൻ കണ്ടത് ഒരു സ്വപ്നം പോലെ ഞാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ ചേച്ചിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പം അതിൽ കുറച്ച് പേര് ഇങ്ങനെ കമന്റ് ചെയ്തു, KPC ലളിത ചേച്ചിന്റെ ഒരു അത് കഴിഞ്ഞിട്ടുള്ള ഒരു അതുപോലെ വരുന്നെന്ന്. അല്ല, ഞാൻ കുറച്ച് കമന്റ് ഞാൻ സ്കൂൾ ഡ്രസ്സിൽ സാറിന്റെ പടത്തിലൂടെയാണ് വന്നത്. ശ്രീനേട്ടനാണ് മെയിനായിട്ട് കുറേ പേര് എൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻസ് ഞാൻ ശ്രീനേട്ടൻ സത്യസാറിനും എൻ്റെ സിനിമയിലുള്ള മെയിനായിട്ട് സ്കൂൾ ബസ് മൂവികളുണ്ട്. ശ്രീനേട്ടൻ്റെ കണ്ടത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങളും എല്ലാവരും നല്ല പറഞ്ഞു. അത് മോശമാകാതിരിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു. എന്നാൽ ഞാൻ അഭിനയിക്കാൻ എന്നെ ഏൽപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഉത്തരവാദിത്തോടെ ഞാൻ ചെയ്യുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി ചേച്ചി, ഇപ്പം കഴിഞ്ഞ ദിവസം സിദ്ദീഖ് കെയുടെ മോൻ മരിച്ച സമയത്ത് ഇങ്ങനെ കുറച്ച് ഓൺലൈൻ മീഡിയാസിന്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ചേച്ചിക്ക് അതിനോട് എങ്ങനെ പറയാനുള്ളത്? അങ്ങനെ ഒരു ആക്ടർ എന്നല്ല, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ പറയാം. എൻ്റെ ബ്രദറും സിസ്റ്ററും ഒരു മരണത്തിൻ്റെ വേദന പപ്പാവും എൻ്റെ ഇത്രയും മരണങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ ഒരു ഏർപ്പാടിൻ്റെ വേദന എനിക്ക് നന്നായിട്ട് അവർക്ക് ഒരു പ്രൈവസി കൊടുക്കണമെന്നാണ് എൻ്റെ കാരണം. ഞാൻ കാരണം നമ്മുടെ സങ്കടങ്ങൾ ഭയങ്കര നഷ്ടപ്പെടുന്നവനെ അറിയത്തുള്ളൂ നഷ്ടത്തിൻ്റെ വേദന എത്രത്തോളം. അത് ഞാൻ അനുഭവിച്ചുകൊണ്ടായിരിക്കാം. പണ്ടൊക്കെ ഞാനും ചിലപ്പോൾ നമ്മൾ ഒരു ചടങ്ങിലൊക്കെ പോയാൽ നമ്മൾ കരയുന്നവരെ നമ്മൾ അറിയാതെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്കത് പറ്റില്ല. ആ വേദനയുടെ ആഴം ഞാൻ നന്നായിട്ട് എനിക്കത് എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാർ കാണും. അവരുടെ കൂട്ടത്തിൽ ഇത് പറയാൻ അർഹത ഉള്ള ഒരാളാണ് ഞാൻ. അവരെ അവർ വരുന്നത് സന്തോഷങ്ങളിലും മറ്റുള്ളവർ അറിയിക്കും, സങ്കടങ്ങളിൽ അവർ വെറുതെ വിടാൻ എൻ്റെ ഞാനിത് പറയാൻ ആളല്ല, ഞാൻ എൻ്റെ ജീവിതം പറയുന്നത് കേട്ടോ. നമ്മളെ സങ്കടങ്ങളത് സ്വകാര്യത നിങ്ങൾ മീഡിയക്കാർ നിങ്ങളുടെ ഓരോരുത്തർക്കും അത് അനുഭവിക്കണം. ഞാൻ അനുഭവിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയുമ്പോൾ തന്നെ ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞു. ഓക്കെ, താങ്ക്സ്.